സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സമ്മർദ്ദപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്താണതെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുഖ്യ ശത്രു? പല അവസരത്തിലും പലരും നമ്മുടെ ചിന്തകളിൽ ശത്രുവായി തോന്നിയിട്ടുണ്ട്. എന്നാൽ ശത്രു എന്ന് ചിന്തിക്കുന്ന പലരുമാകും നമുക്കൊരു അപകട ഘട്ടത്തിൽ നമുക്ക് സഹായത്തിന് വരുന്നത്. മിത്രമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പലരും ഇത്തരം ഘട്ടങ്ങളിൽ ഒഴിഞ്ഞു മാറുകയാവും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായും അത്തരം ഘട്ടങ്ങളിൽ ആശയക്കുഴപ്പത്തിലാകും. അയാളാണോ? ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു? പലപ്പോഴും നമ്മൾ ദൈവത്തിനെ പോലും ശത്രുവിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. വളരെ സ്നേഹിക്കുന്ന ദൈവത്തെ പല ആപത്ഘട്ടങ്ങളിലും സഹായിക്കാത്തത് കൊണ്ട് നമ്മൾ ശത്രുവായി കണ്ട് നമ്മൾ പലപ്പോഴും പിന്മാറാറുണ്ട്. ആരാധനയിൽ നിന്നു പോലും പിന്മാറാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു ആരാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതാണ് എല്ലാ പ്രശ്നങ്ങളും നമ്മളിലേക്ക് വരുവാനുള്ള യഥാർത്ഥ കാരണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എനിക്കതിന് കഴിയില്ല, അവർ എന്നെ പരിഹസിക്കും, എൻ്റെ തൊഴിൽ അവസാനിക്കാൻ പോകുന്നു. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പലതിനും വയ്യാത്തത്, അല്ലെങ്കിൽ എല്ലാം പലപ്പോഴും അവസാനിക്കുന്നതും പരാജയപ്പെടുന്നതും എല്ലാം. ഇതിന് പരിഹാരം എന്താണ്? പലപ്പോഴും നമ്മൾ ചിന്തിച്ച് പരാജയപ്പെടാറുണ്ട്. വളരെ ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കണം. യഥാർത്ഥ ശത്രു അതാരാണ്? അയാളെ കണ്ടുപിടിച്ച് അയാളെ നശിപ്പിച്ചാൽ മാത്രം ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥ വിജയം നേടാൻ കഴിയും. നിങ്ങളുടെ അന്തരീക്ഷം ഇപ്പോഴും എപ്പോഴും ഒരേപോലെ തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ കരുതണം, ശത്രു പുറത്തല്ല, ശത്രു അകത്ത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ശിക്ഷയുമില്ല, നമുക്ക് രക്ഷയുമില്ല. അപ്പോൾ പ്രശ്നം നമ്മളിൽ ആരോ പ്രവർത്തിക്കുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ശത്രു നമ്മുടെ ഉള്ളിലുണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു പ്രേതം പോലെ നമ്മളെ ഒരാൾ പിടിച്ചിരിക്കുന്നു. അതൊരു ബാധയായി എവിടെയെങ്കിലും പോയി ഒഴിപ്പിക്കണമെന്നല്ല പറയുന്നത്. ശത്രുവിനെ കൊണ്ടു നടക്കുന്ന ഒരു സിസ്റ്റമായി മാറുന്നു നമ്മൾ. ഒഴിപ്പിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ശത്രുവിനെയാണ്. അതെങ്ങനെ സാധ്യമാകും? ചെറിയൊരു ടെക്നിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇത് മായമോ മന്ത്രമോ ഒന്നുമല്ല. സിമ്പിളായി പറയുക,
പ്രവർത്തിക്കുക, അത്രമാത്രം. മാറ്റം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളിൽ ഈ ശത്രു പ്രവർത്തിക്കുമ്പോൾ ഉറക്കെ വിളിച്ചു പറയുക, എന്നിലുള്ള കൊച്ചു മനുഷ്യൻ എന്നിലുള്ള വലിയ മനുഷ്യനെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ പോകുന്നു. മനസ്സിലായോ? ഇവിടെ നിന്നു കടന്നു പോകൂ. എന്നിലെ വലിയ മനുഷ്യൻ എന്നിലൂടെ പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൊച്ചു മനുഷ്യൻ ആരാണെന്ന് മനസ്സിലായില്ലേ? കൊച്ചു മനുഷ്യനാണ് വലിയ മനുഷ്യനാകുന്ന നിന്റെ ശത്രു. നീ ആ കൊച്ചു മനുഷ്യനോട് പറയുന്നു. പണ്ട് വിക്രമാദിത്യനും വേതാളവും കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ നിങ്ങളുടെ പിന്നിലിരിക്കുന്ന വേതാളം നിങ്ങളിൽ നിന്ന് പോകണമെങ്കിൽ നിങ്ങൾ പറയുക, പുറത്തു പോകൂ, പുറത്തു പോകൂ, എന്നിലെ വലിയ മനുഷ്യൻ ഇതാ പ്രവർത്തിക്കുന്നു. നിനക്കിനി രക്ഷയില്ല. ഇതാണ് ആശയം. ഇനി ജനറലൈസ് ചെയ്തു പറയാം. നിങ്ങൾ പറയേണ്ട വാചകം ഇത്ര മാത്രം: നിൽക്കൂ, ശാന്തമാകൂ, എനിക്ക് നിയന്ത്രണം പാലിക്കാനറിയാം. നീ എന്നെ അനുസരിച്ചേ മതിയാകൂ. നീ എൻ്റെ ആജ്ഞ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. നിനക്ക് കടന്നു വരാൻ അർഹതയില്ലാത്ത സ്ഥലത്താണ് നീ കടന്നു കയറി വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ കൊച്ചു മനുഷ്യൻ നിന്റെ ഉള്ളിലാണ് യാഥാർത്ഥ്യത്തിൽ. നമ്മളതിനെ വേതാളമായി സങ്കല്പിക്കുന്നു എന്ന് മാത്രം. ആ കൊച്ചു മനുഷ്യനോട്, നിന്റെ ശത്രുവാകുന്ന കൊച്ചു മനുഷ്യനോട് നീ പറയുന്നു, നിൽക്കൂ, ശാന്തമാകൂ, എനിക്ക് നിയന്ത്രണം പാലിക്കാൻ അറിയാം. നീ എന്നെ അനുസരിച്ചേ മതിയാകൂ. നീ എൻ്റെ ആജ്ഞ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. നിനക്ക് കടന്നു വരാൻ അർഹതയില്ലാത്ത സ്ഥലത്താണ് നീ കടന്നു കയറി വന്നിരിക്കുന്നത്. ഇത്രയും പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിന്നെക്കൊണ്ട് പല തെറ്റുകളും ചെയ്യിക്കാൻ ശ്രമിക്കുന്ന നിന്റെ ശത്രു ആ തെറ്റിലേക്ക് നിന്നിൽ പിടിമുറുക്കുമ്പോൾ നീ ഈ വാചകം പറയുന്നു. അപ്പോൾ എല്ലാ തയ്യാറെടുപ്പും നടത്തുന്ന കൊച്ചു മനുഷ്യൻ അന്തം വിടും, ഒന്ന് അമ്പരക്കും. ഇതുവരെ കേൾക്കാത്തതാണല്ലോ. ഞാനെന്താ ചെയ്യണമോ ചെയ്യണ്ടയോ? നിനക്ക് ഞാൻ ആ സുഖം നൽകും, നിനക്ക് ഞാൻ ആ പലതും നിന്നിലേക്ക് നേടിത്തരും. തെറ്റാണ് എങ്കിലും ഞാൻ നിനക്ക് സുഖമാണ് നൽകുന്നത്. വേണ്ടേ നിനക്ക്? നീ ശക്തമായി അതിനെ ഖണ്ഡിച്ചാൽ നിനക്ക് അത്തരം തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നിനക്ക് മോചനം ലഭിക്കും. നിന്റെ ഈ ശത്രുവാകുന്ന വേതാളം പതിയെ പതിയെ നിന്നിൽ നിന്ന് പുറത്തു പോകും. ശക്തമായി തന്നെ നീ ഇത് വിളിച്ചു പറയൂ: എന്നിലെ കൊച്ചു മനുഷ്യ, വലിയ മനുഷ്യനാകുന്ന ഞാൻ നിന്നെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ പോകുന്നു. ഉപബോധ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ? നിങ്ങൾ കൊടുക്കുന്ന ആശയം വെച്ച് മാത്രമേ അവന് പ്രവർത്തിക്കാൻ കഴിയൂ. നിങ്ങൾ ചെയ്യ് എന്ന് പറയുമ്പോൾ അവനതങ്ങ് ചെയ്യും. നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടത് കുറച്ചുനാൾ കേട്ട് അവനതൊരു ശീലമാക്കി മാറ്റും. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ മുഖ്യ ശത്രുവിനെ നിങ്ങൾ നശിപ്പിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക്
പതിയെ പതിയെ പുറത്തു കടക്കാൻ സാധിക്കും. നിങ്ങൾ തന്നെ പിന്നീട് മനസ്സിലാക്കും, ഇത്ര നിസ്സാരമായിരുന്നു, ഞാൻ എന്തെല്ലാം ചിന്തിച്ചു കൂട്ടി. നിങ്ങൾക്കതിന് സാധ്യമാകട്ടെ.